അങ്ങനെ കോഴിക്കോട് നിന്ന് വന്ന ക്ഷീണവും അലക്കലും എല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇന്ന് നമ്മൾ എത്തിയേക്കുന്നത് കടവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ്. ആലുവയിലുള്ളവരാണെങ്കിൽ സീ ഫുഡ് കഴിക്കാനായിട്ട് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ മീൽസ് അടിപൊളിയാണ്. അതുപോലെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫിഷസും അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ് കേട്ടോ. അവിടെ ഒരു ഓണം ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് കേട്ട് വന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടു വന്നതാണ് കേട്ടോ. ഈ റീൽസിൽ കാണുന്ന എല്ലാം വിശ്വസിക്കരുതെന്നാണല്ലോ. നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു ഐറ്റംസും ഉണ്ടായിരുന്നില്ല. ആകെ വാങ്ങിയത് നമ്മൾ ഈ ഒരു പപ്പടമാണ് കേട്ടോ. ഏതായാലും ഷോപ്പിൽ നിന്നൊന്നും കിട്ടിയില്ല. അങ്ങനെ നേരെ നമ്മൾ കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ടിരിക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നിരിക്കുമ്പോഴാണ് ഒരാൾ വന്നത്. കുഞ്ചാക്കോവൻ പോലീസുകാരനായിട്ട് അഭിനയിച്ചിട്ടുള്ള 3 സിനിമകൾ ഏതാണെന്നാണ് നമ്മൾ ഈ ആളുകളോടൊക്കെ ചോദിക്കാൻ പോകുന്നത്. അപ്പൊ കുഞ്ചാക്കോവൻ പോലീസുകാരനായിട്ട് അഭിനയിച്ചിട്ടുള്ള 3 സിനിമകളുടെ പേര് പറയുകയാണെങ്കിൽ ഈ ഉന്മാദ സിനിമയുടെ 2 ഫ്രീ ടിക്കറ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓഫീസർ ഓൺ ഡ്യൂട്ടി, പിന്നെ നായാട്ട്, പിന്നെ കറക്റ്റ്. റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്യുന്ന 2 പേരാണ് കേട്ടോ. കുഞ്ചാക്കോവിന്റെ പുതിയ സിനിമയായിട്ടുള്ള ഉന്മാദത്തിന്റെ 5 ടിക്കറ്റ്സ് ആണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ എന്തായാലും ഡബിൾ ഹാപ്പി ആയി. പിന്നെ നമ്മൾ പോയത് മറൈൻ ഡ്രൈവിലുള്ള ബോട്ടിംഗ് സർവീസിലാണ് കേട്ടോ. പെട്ടെന്ന് കയറി തിരിച്ചിറങ്ങാന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ നമ്മൾ കയറിയത്. പക്ഷെ കയറി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് 2 മണിക്കൂർ നമ്മൾക്ക് കറക്കമുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. നമുക്ക് കയറിയ പിന്നെ ഒരുപാട് ഇൻഫോർമേഷൻസും കാര്യങ്ങളും അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ വന്നിറങ്ങിയ ബോട്ടിംഗ് സ്റ്റേഷൻ, അതേപോലെ റോബർട്ട് ബ്രിസ്റ്റോൺ പണിത വില്ലിംഗ്ടൺ ഐലൻഡ്, ആദ്യത്തെ താജ് ഹോട്ടൽ, അവിടുത്തെ റോറോ സർവീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എറണാകുളംകാരാണെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത്. അതേപോലെ ഒരു ചായ കിട്ടാത്ത വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ചായയും പഴംപൊരിയും സമൂസയൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചു നേരത്തെ പരിപാടികൾക്ക് ശേഷം മഴ അങ്ങോട്ട് പെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ നമ്മളെല്ലാവരും അകത്തേക്ക് കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് മാജിക് ഷോയും പാട്ടും പ്രോഗ്രാമുകളും ഒക്കെ ആയിരുന്നു കേട്ടോ. അവസാനം DJ ഉണ്ടായിരുന്നു. ഹാസിം അവിടെയുള്ളവരെ അത്യാവശ്യം വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മാജിക് ഷോ ചെയ്ത ആള് ഹാസിമിന് ഇതേ സ്പൈഡർമാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഒരു 7:30 മണിയോടുകൂടി നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.